നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് 38ാം പിറന്നാളാണ്. പിറന്നാൾ ആഘോഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കൈവശമുള്ള റെക്കോർഡുകളുടെ എണ്ണം പറഞ്ഞാൽ ഇതുവരെയുള്ള ക്യാപ്റ്റന്മാരിലൊക്കെ തന്നെ മികച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ എണ്ണി പറഞ്ഞെത്തുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകരും. പ്രിയ ഹിറ്റ്മാന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ക്രിക്കറ്റ് ലോകവും ആരാധകരും ഒരുപോലെ എത്തി. നാഗ്പൂരിലെ ഒറ്റമുറി വീട്ടിലെ പട്ടിണിക്കാലത്ത് നിന്ന് ടീം ഇന്ത്യയിലേക്ക് 2 ICC കിരീടങ്ങൾ സമ്മാനിച്ച നായകനിലേക്കുള്ള രോഹിത്തിന്റെ യാത്ര അത്രയൊന്നും നിസ്സാരമായിരുന്നില്ല. അങ്ങ് കളയാനും സാധിക്കില്ല. എളുപ്പമാകുന്നൊരു കാര്യമേ ആയിരുന്നില്ല. കോഹ്ലി പോലും ആ കിരീടം അഴിച്ചുവെച്ച സമയത്ത് ധൈര്യപൂർവ്വം അതെടുത്ത് തോളിൽ വയ്ക്കുക എന്നത് രോഹിത്തിനെ സംബന്ധിച്ച് വളരെയധികം പ്രയത്നമുള്ള ഒന്ന് തന്നെയായിരുന്നു. അത് രോഹിത് നന്നായി തന്നെ ചെയ്തു. തിരിച്ചടികളും തടയലുകളും വൻ തിരിച്ചുവരവുകളും എല്ലാം കൊണ്ട് സംഭവബഹുലമാണ് രോഹിത്തിന്റെ 18 വർഷം നീണ്ട കരിയർ. വൈറ്റ് ബോളിൽ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ കൂട്ടിൽ നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പോലും സാധിക്കില്ല. ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയുടെ 38ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ആരാധകർ എല്ലായിടത്തും. ആരാധകർ ആഘോഷമാക്കാൻ ഒരുപാട് സുവർണ നിമിഷങ്ങൾ ക്രിക്കറ്റിന് നൽകിയ ഹിറ്റ്മാൻ നിലവിൽ IPL മുംബൈ ഇന്ത്യൻസിനായി ഞെട്ടിപ്പിക്കുന്ന പ്രകടനം നടത്തി തിരിച്ചെത്തിയിരിക്കുകയാണ്. IPL 2025 സീസണിൽ തുടക്കത്തിൽ തന്നെ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല രോഹിത് കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ നിർണായകമായ മാച്ചിൽ രോഹിത് ശർമ്മ ഗംഭീര ഇന്നിംഗ്സ് പുറത്തെടുത്ത് പോയിന്റ് ടേബിളിൽ താഴെത്തട്ടിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിന് പുതുജീവൻ നൽകി. 2016 ശേഷം തുടർച്ചയായി അർദ്ധ സെഞ്ചുറി നേട്ടവും ഈ സീസണിൽ ഹിറ്റ്മാൻ സ്വന്തമാക്കി. ഈ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് സമ്മാനിച്ച രോഹിത് ശർമ്മയ്ക്ക് റെക്കോർഡുകളെ കുറിച്ച് പറയാതെ വയ്യ. IPL താരം നേടിയ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടതാണ്. IPL 20 തവണ പ്ലെയർ ഓഫ് മാച്ച് എന്ന പുരസ്കാരം നേടിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി മാച്ച് എന്ന പുരസ്കാരം അങ്ങനെ ചെറിയ മനുഷ്യർക്കൊന്നും ലഭിക്കുന്ന കാര്യമല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ആണെങ്കിലും രോഹിത് ശർമ്മയ്ക്ക് അങ്ങനെയാണ്. മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഈ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുമില്ല. നിലവിൽ നടക്കുന്ന IPL 2025 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരത്തിലാണ് രോഹിത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. 76 റൺസാണ് ഈ രോഹിത്തിന് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സീസണിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവ് പ്രകടനം കൂടിയായിരുന്നു അത്. മിക്ക ആരാധകരും രോഹിത്തിനെ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ പേരിലാണ്. എന്നാൽ ഹാട്രിക് നേട്ടം സ്വന്തമാക്കിയ രോഹിത് ശർമ്മയെ കുറിച്ച് അറിയുന്നവർ വിരളമാണ്. IPL മുംബൈ എത്തുന്നതിന് മുൻപ് തന്നെ താരം ഡെക്കാൻ ചാർജേഴ്സിലായിരുന്നു. വളർന്നു വരുന്ന ഒരു താരമായിരുന്നു അന്ന് രോഹിത്. അങ്ങനെ 2009 മുംബൈ ഇന്ത്യൻസ് ഡെക്കാൻ ചാർജേഴ്സ് മാച്ച് നടക്കുമ്പോഴാണ് മുംബൈയെ തകർത്തുകൊണ്ട് രോഹിത് ഹാട്രിക് സ്വന്തമാക്കുന്നത്. ഇതോടെ IPL ചരിത്രത്തിൽ തന്നെ 6000-ലധികം റൺസ് നേടിയ ബാറ്ററും ഹാട്രിക് സമ്മാനിച്ച ബൗളറും എന്ന റെക്കോർഡ് കൂടി രോഹിത്തിന്റെ പേരിലായി. മുംബൈ ഇന്ത്യൻസിനെ 5 IPL കിരീടങ്ങളിലേക്ക് നയിച്ച നായകൻ മാത്രമല്ല അദ്ദേഹം. ഡെക്കാൻ ചാർജേഴ്സിനൊപ്പം ഒരു IPL കിരീടം കൂടിയാണ് പ്ലെയർ ഇത്. ഇത്തരത്തിൽ കളിക്കാരനായും ക്യാപ്റ്റനായും ആകെ 6 IPL കിരീടങ്ങൾ രോഹിത് സ്വന്തമാക്കി. ഈ റെക്കോർഡിൽ അമ്പാട്ടി റായുഡു മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കുന്നത്.